നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ ഏഴുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ ആ വഴിയോരത്ത് അന്നാർദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവായി നീ നിന്നുവെന്നോ ഉറുനിറത്തഴുകിയ കാറ്റിനോടന്നു നീ ഉള്ളം തുറന്നുവെന്നോ അരുമയാൽ ആമോഹ പൊന്തൂവലൊക്കെയും പ്രണയനിലാവായി കൊഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ ഗപദ സപ സദ ദ പ പ ദ പ ഗരി സരി ഗരി സ സദ പ ദ ഗരി പ ഗ ഗ പദ സ പദ സദ പ ഗ ഗരി രെ രെ ധ ദ ദ രി 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 ഗരി സദ പ గపద సప సద ద ప ప ద ప గరి సరి గరి స సద ప ద గరి ప గ గ పద స పద సద ప గ గరి రే రి ధ ద ద రి 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 గరి సద ప పద సరి గ గ గ గ పద సని ద ద ద దని దరి సని ద ద ని ప పద ప సద గ గ గ సరి రి గ ప గరి స స స పద సరి గ గ గ గ ద ద ప ద స ద ప ద స ద స గ గ ద ప రి ద సరి గ రి స స స ఏదో നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ ഏഴുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ
നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഗുഡ് മോർണിംഗ് അർജു. എങ്ങനെയുണ്ടായി അർജു? കുഴപ്പമില്ല, കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി. അർജുൻ സാർ, സെലക്ഷൻ ഈസ് വെരി ഗുഡ്. കാരണം എനിക്കിപ്പോൾ പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മോഹൻലാലിനെ ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പാട്ട് ലാലിന് അയച്ചു കൊടുത്തു രവീന്ദ്രൻ മാഷ്. ലാൽ ഈ പാട്ട് തന്നെ ഏകദേശം 1 മാസം അദ്ദേഹത്തിൻ്റെ കാറിൽ ഇട്ട് കേട്ടോണ്ടേയിരുന്നു. എനിക്ക് ലാലിൻ്റെ കാറിലിട്ടാണ് ആദ്യമായിട്ട് ദാസേട്ടൻ്റെ ഈ പാട്ട് ശബ്ദവും ഇതെല്ലാം കൂടെ ആ കാറിൽ സ്പീക്കറിൽ ഞാൻ മുഴങ്ങി കേട്ടു. എന്നിട്ട് പറഞ്ഞു, ലാൽ പറഞ്ഞു, എൻ്റെ ലൈഫിൽ എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് ദ സോങ്സ് ഏതോ നിദ്രതൻ. അത് വേറൊന്നുമല്ല. അപ്പോൾ ലാൽ പറഞ്ഞ ആ വാക്ക് അലകളിങ്ങനെ പോകുന്ന ഒരു ഫീലാണ് ഈ പാട്ടിൻ്റെ ഒരു ഫീല്. ഉഗ്രം പാട്ടാ ശ്രീകുട്ടാന്നൊക്കെ പറഞ്ഞു. നല്ല പാട്ട്, നല്ല സെലക്ഷൻ. മോൻ ഇന്നത്തെ പ്രശ്നം പറയാൻ തുടങ്ങിയാൽ അന്തമില്ല ജനാർദ്ദന എന്ന് പറഞ്ഞ പോലത്തെ ഒരു വാക്ക് പറയേണ്ടി വരും. കാരണം വേറൊന്നുമില്ല, അത് പറയേണ്ടി വരുന്ന ഒരവസ്ഥ എനിക്ക് വിഷമമുണ്ട്. കാരണം ശ്രുതി അത് എങ്കേയോ പോച്ച്. കാരണം എന്ത് പറ്റിയെന്ന് എനിക്കറിഞ്ഞൂട. എന്നിട്ട് നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുക, കാരണം ദൈവമേ മോൻ എങ്ങനെയെങ്കിലും അത് ശ്രുതിയിലോട്ട് വീഴണേന്ന്. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഇത്രയും ശ്രുതി മാറിയ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, അവരും പറയും ബാക്കി കാര്യങ്ങൾ. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും കമൻറ്റ് തന്നെ പറയാൻ തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്വരങ്ങൾ പാടുന്ന വല്ലാത്തൊരു ഫ്രേസിങ് ആണ് അതിനകത്ത് വന്നതൊക്കെ. അപ്പോൾ ടോട്ടലി ഈ ഒരു ദിവസം മോൻ്റെ ദിവസമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും ട്രൈ യുവർ ലക്ക്. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷനിക. അർജുനെ സർ. എന്ത് പറ്റിയടാ? അറിയില്ല സാർ. മൊത്തത്തിൽ അർജുൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. അത് പാട്ടിന്റെ തുടക്കം തൊട്ട് ഇപ്പൊ പാട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞല്ലോ, ഒരുപാട് ശ്രുതി പ്രശ്നങ്ങൾ ആയിരുന്നു. ഹാഫ് നോട്ടല്ല, ഒരു ഫുൾ നോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് പല ഭാഗങ്ങൾ. അർജുൻ ഒരിക്കലും ഇങ്ങനെ പാടാത്തതാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് എന്ത് പറ്റിയെന്ന്. അറിയില്ല സാർ, അത് ഞാൻ പറഞ്ഞില്ല. പ്രാക്ടീസ് ചെയ്തില്ലടാ? പ്രാക്ടീസ് ചെയ്തു, ജസ്റ്റ് കാരണം പ്രാക്ടീസ് ചെയ്തു. ഓക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ പോയി. അപ്പോൾ മീൻസ് ഞാൻ അത് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ വീണ്ടും തെറ്റും. അപ്പം ഞാനത് കോൺഷ്യസ് ആവാണ്ട് പാടാൻ ശ്രമിച്ചു. പക്ഷെ ഈ വട്ടം ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു പാടുമ്പോൾ. ലൈക്ക് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ തന്നെ പാടും എന്നുള്ളൊരു. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അർജുൻ്റെ ഡേ ആയിരിക്കില്ല ഇന്ന്, അങ്ങനെ കണ്ടാൽ മതി. ഇതിനു മുന്നേ അർജുൻ ഉഗ്രൻ പെർഫോമൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡിസ്ഹാർട്ടൻഡ് ആവണ്ട. ഓക്കെ സർ. ഈ ഒരു പെർഫോമൻസ് ഇങ്ങനെ അങ്ങ് പറ്റിപ്പോയി. വർക്ക് ചെയ്യാം. ഓക്കെ, ശരിക്കും ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ സർ. ശ്രേയ അടിപൊളിയായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് അർജുൻ. താങ്ക് യു സർ. താങ്ക് യു ഷനിക. ശരത് സർ. ഒരു ഉഗ്രം പാട്ട്, ആ സെലക്ഷൻ അസാധ്യം. എന്തൊരു വണ്ടർഫുൾ കോമ്പസിഷൻ, എന്തൊരു പ്ലസൻ്റ് ആണ് ആ തുടക്കം. നീ ഏതോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർന്നത്, ബാക്കിയൊന്നും ഇല്ല, പാടണ്ട. അത്രയ്ക്കും അസാധ്യമാണ്. പല ഏരിയകളും തെറ്റായിട്ട് പഠിച്ചിട്ടുമുണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ ഇടയിൽ, കേട്ടോ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ എം ജിന് എല്ലാവരും പറഞ്ഞ അതാണ്, ശ്രുതി എന്ത് പറ്റി സാർ? സത്യം പറഞ്ഞറിയില്ല സാർ, എനിക്ക് അതിന് ആൻസറില്ല. അതാ സമയത്ത് കുറച്ചൊക്കെ ചേരായിക വരുന്നത് നമുക്ക് ഓക്കെ, അത് മനുഷ്യ സഹജം. ഇത് ഭീകരമായിട്ട് അതൊന്നും ഒരു ബന്ധവുമില്ലാത്ത ലെവലിൽ അങ്ങ് താഴെ പോയതാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയാന്ന് അറിയില്ല സാർ. അത് ശരിയായിക്കൊള്ളണം കേട്ടോ. വർക്ക് ചെയ്യാന്ന് പറഞ്ഞ പോലെ അത് ആത്മാർത്ഥമായിട്ട് അതിന് ഒരു നമ്മൾ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം. കാരണം നല്ല പാട്ടുകാരനാണ് അർജുൻ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. എടാ ചക്കര, നീ നന്നായി പാടുന്നതാണല്ലോ. എടാ എല്ലാവർക്കും സ്റ്റേജിൽ വരുമ്പോൾ ടെൻഷൻ വരും. അർജുൻ കുറച്ചുകൂടി ഒന്ന് ഇതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ നിന്നും പുറത്തേക്ക് വിടുന്ന കുട്ടികൾ സൂപ്പർ സ്റ്റാർസ് ആയിരിക്കണം. അത് ഞങ്ങൾക്കും കൂടെ ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ചില ഭാഗങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്, ലാസ്റ്റ് പല്ലവിയില് 7 വർണ്ണങ്ങളും നീർത്തി എന്നുള്ളത് ബ്യൂട്ടിഫുള്ളായി പാടിയിരുന്നു. ചില ഗ്ലൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ബ്യൂട്ടിഫുള്ളായി വരും. അത് വരും, ഫിനിഷ് ആവുന്നിടത്ത് ആ ശ്രുതി അങ്ങ് പോകും. അപ്പൊ അത് മോന്റെ കൺസിസ്റ്റൻസിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രെയിറ്റ് നോട്ട്സ് പ്രാക്ടീസ് ചെയ്യൂ, ശ്രുതി വെച്ച് പ്രാക്ടീസ് ചെയ്യൂ. ഒരു പാട്ട് മാത്രമല്ല, നോട്ട്സ് പ്രാക്ടീസ് ചെയ്യൂ. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. ഇതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഫ്യൂച്ചർ ഉള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ ഈ ഇത്രയും കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഇത്രയും നാള് നിൽക്കും തോന്നുന്നുണ്ടോ? ആദ്യമേ ഔട്ടാവില്ലായിരുന്നോ?
അതാണ് യു ഹാവ് കാലിബർ. അപ്പൊ അത് മോൻ തന്നെ വളർത്തിയെടുക്കണം താങ്ക് യു കേട്ടോ. നല്ല ഷർട്ട്, നല്ല പാന്റ്, നല്ല ഷൂസ്. താങ്ക് യു മാം. ഓക്കെ അർജുൻ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സാർ. ഞാനൊരു മാർക്ക് അങ്ങ് തരികയാണ്. ഓക്കെ സാർ. 8.4. താങ്ക് യു സാർ. ഷാനിക്ക. 8.4. താങ്ക് യു സാർ. ചേച്ചി. അർജുൻ ഈ പെർഫോമൻസിന് 8.5. താങ്ക് യു മാം. ശരത് സാർ. ഓക്കെ, സോ ടോട്ടൽ 25.3.